ഞാനെന്നും സ്തുതിക്കും പരനെ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, പാടിത്തൻ നന്ദിന് തുല്യമില്ലെന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നൽകിയവൻ രക്ഷാദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. നൽകിയവൻ രക്ഷാദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. അഭിമാനം ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ആയിരം നാവുകളാലും 10,000 വാക്കുകളാലും, ആയിരം നാവുകളാലും 10,000 വാക്കുകളാലും സ്നേഹമവന്യമനാലും ഞാനെന്നും സ്തുതിക്കും പരനെ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ വെക്കും. നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ വെക്കും. ഭക്തിയാൽ ആനന്ദ കണ്ണിൽ ഞാൻ നീട്ടും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നൽകിയവൻ രക്ഷാദാനം തന്നിൽ കണ്ടു ദൈവിക ജ്ഞാനം. നൽകിയവൻ രക്ഷാദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. അഭിമാനം ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ആയിരം നാവുകളാലും 10,000 വാക്കുകളാലും, ആയിരം നാവുകളാലും 10,000 വാക്കുകളാലും ഞാനെന്നും സ്തുതിക്കും എൻ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ വെക്കും. നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ വെക്കും. ഭക്തിയാൽ ആനന്ദ കണ്ണിൽ ഞാൻ വീഴ്ത്തും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. സങ്കീർത്തനങ്ങൾ 31:19 നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ജീവവചന ധ്യാന ചിന്തയുടെ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ദൈവം തൻ്റെ ഭക്തർക്ക് വേണ്ടി സംഗ്രഹിച്ച വലിയ നന്മ എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. കൂടപ്പിറപ്പുകളെ, മക്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ടാണ്. സകലരും കാണുകയാണ് ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്നാൽ ദൈവം എല്ലാം രഹസ്യത്തിൽ കാണുന്നു. രഹസ്യത്തിൽ കാണുകയും പരസ്യത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന
അത്ഭുതവാനായ, അതിശയവാനായ, സ്നേഹവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. 23-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്നാണ്. ദൈവപ്രവൃത്തി അനുഭവിച്ച ആടിൻ്റെ സാക്ഷ്യമാണിത്. നല്ല ഇടയനായ ദൈവം തൻ്റെ ആടിനെ പേർ ചൊല്ലി വിളിച്ച് മേച്ചിൽപ്പുറത്തിലേക്ക് കൊണ്ടുപോയി മേയ്ക്കുന്നവനും തൃപ്തികരമായി അതിനെ പരിപാലിച്ച് നല്ല പച്ചപ്പുൽമേടുകളിൽ തന്നെ അതിനെ കിടത്തുകയും ചെയ്യുന്നവനാണ്. തുടർന്ന് നല്ല വെള്ളത്തിനരികത്തേക്ക്, നല്ല സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അതിനെ നടത്തുകയും ചെയ്യും. തീർന്നില്ല, പ്രാണനെ തണുപ്പിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. ഏത് അനർത്ഥത്തിലും ഏത് താഴ്വരകളിലും തൻ്റെ ആടിന് ഈ നല്ല ഇടയൻ സഹിത്വം നൽകുന്നവനായ കർത്താവാണ്. ഈ പരസ്യ പ്രവൃത്തികൾക്കൊപ്പമുള്ള കരുതലാണ് വിരുന്നൊരുക്കുന്നു എന്നുള്ളത്. പ്രിയരെ, എപ്പോഴാണ് വിരുന്നൊരുക്കുന്നത്? ആർക്കാണ് വിരുന്നൊരുക്കുന്നത്? ബഹുമാനിക്കപ്പെടേണ്ടവരെ അതിനുള്ള തക്ക സമയത്ത് ബഹുമാനിക്കേണ്ടതിനാണ്, ആദരിക്കേണ്ടതിനാണ് നാം വിരുന്നൊരുക്കുന്നത്. ഒരു ആടിന് പല ശത്രുക്കളുണ്ട്. നശിപ്പിക്കുവാൻ തക്കം പാർത്തിരിക്കുന്ന ശത്രുക്കൾ, വൈരാഗ്യബുദ്ധിയോട് ഇടപെടുന്ന ദ്വേഷിക്കുന്നവർ, മത്സര മനോഭാവത്തോടെ ഇടപെടുന്ന സഹോദരവർഗങ്ങൾ തുടങ്ങിയവരുടെ കൺമുൻപിൽ വെച്ചു തന്നെ, തുറച്ചു നോക്കുന്നവരുടെ കാൺക തന്നെ നല്ല ഇടയനായ കർത്താവ് ആടിന് വിരുന്നൊരുക്കുന്നു. തൻ്റെ ആടിനു വേണ്ടി ഒരുക്കുന്ന നന്മയെ തടസ്സപ്പെടുത്തുവാൻ ഒരു ശത്രുവിനും ഒരു ദ്വേഷികൾക്കും മത്സരികൾക്കും കഴിയില്ല. കാരണം മുഖപക്ഷമില്ലാത്തവനും സർവശക്തനുമായ ദൈവമാണ് തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവം തൻ്റെ മക്കളെ സകല ജാതികളും കാണുകയാണ് മരുഭൂമിയിലൂടെ നടത്തിയതല്ലേ. ഫറവോനും കൂട്ടരും കാണുകയാണ് അവരെ മിസ്രയീമിൽ നിന്ന് ഇറക്കി പുറപ്പെടുവിച്ചത്. ഫറവോനും സൈന്യം നോക്കി നിൽക്കുകയാണ് അവരെ ചെങ്കടൽ പിളർത്തി അവർക്ക് വഴി തുറന്നത്. ഇത് തൻ്റെ ജനത്തിന് അന്യർ പറഞ്ഞ ഒരു കേട്ടുകേൾവിയല്ല, അവർ അനുഭവിച്ച, അവർ കണ്ട ദൈവപ്രവൃത്തിയാണ്. വലിയ നന്മയാണ്. കണ്ടു നിന്ന സകല ജാതികൾക്കും കേട്ടുകേൾവിയല്ല, അവർ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് പ്രിയരെ, നമ്മോടുള്ള ബന്ധത്തിൽ എന്താണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യം? ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുൻപ്, ഒരു വലിയ നന്മ വെളിപ്പെടുന്നതിന് മുൻപ്, ഒരു വഴി തുറക്കപ്പെടുന്നതിന് മുൻപ് ജനം വലിയ കഷ്ടത്തിലായിരുന്നു, തകർച്ച നേരിട്ട അവസ്ഥയിലായിരുന്നു എന്നുള്ളത് മറക്കരുത്. അവർ ആ സാഹചര്യത്തിൽ കഴിഞ്ഞപ്പോൾ ദൈവം എന്തെടുക്കുകയായിരുന്നു? ഇത് ന്യായമായും തകർന്ന സാഹചര്യത്തിൽ കഴിയുമ്പോൾ പലരും ചിന്തിക്കാറില്ലേ? ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ ജീവിതത്തിലും നാം നമ്മോടുള്ള ബന്ധത്തിലും ചിന്തിച്ചിട്ടില്ലേ? എൻ്റെ കഷ്ടതയുടെ സമയത്ത്, ഞാൻ നിലവിളിച്ച സമയത്ത്, ഞാൻ ഉപദ്രവിക്കപ്പെട്ട സമയത്ത്, ഞാൻ പീഡിപ്പിക്കപ്പെട്ട സമയത്ത്, ഞാൻ അപമാനിക്കപ്പെട്ട സമയത്ത്, ഞാൻ ഭീഷണി നേരിട്ട സമയത്ത്, എൻ്റെ നന്മ മുടക്കപ്പെട്ട സമയത്ത്, ഞാൻ വേദനയോടെ നിരാശയോടെ തകർന്നു പോയ സമയത്ത് ദൈവം എന്തെടുക്കുകയായിരുന്നു? പ്രിയരെ, മനുഷ്യപുത്രന്മാർ കാണുക നന്മ സംഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്തില്ലേ? ഒരു വലിയ നന്മ പ്രവർത്തിക്കുന്നതിന് മുൻപ്, ഒരു നല്ല വഴി തുറക്കുന്നതിന് മുൻപ് അവിടുന്ന് അതിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുകയായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി നന്മ ഒരുക്കുകയായിരുന്നു എന്ന് ഈ വചനത്തിൻ്റെ ചിന്തയിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ്. അതിനുള്ളത് ദൈവം സംഗ്രഹിച്ചു കൊണ്ടേയിരുന്നു. കൂടപ്പിറപ്പുകളെ, മനുഷ്യർ കാണുക നിങ്ങൾക്ക് ദൈവം നന്മ പ്രവർത്തിക്കും എന്ന് തിരിച്ചറിയുക. നിങ്ങൾ നന്മയില്ലാത്തവരായി തീരില്ല, നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരായി തീരില്ല, നിങ്ങൾ തകർന്നു പോകുവാനും ദൈവം അനുവദിക്കില്ല. നിങ്ങൾക്ക് വേണ്ടിയുള്ള അത്ഭുതങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള അതിശയങ്ങളെ ദൈവം സംഗ്രഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരായിരിക്കുക. അർത്ഥാൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ആ വചനത്തിനകത്തിലെ കൽപ്പനകളും ഉപദേശങ്ങളും അനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്ന ആ വഴിയിലേക്ക് നയിക്കപ്പെടാൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്ന ആ വലിയ നന്മയിലേക്ക് കടന്നു ചെല്ലുവാൻ തയ്യാറാകുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരായി തീരണം ഞാനും നിങ്ങളും. അതുവരെ തൻ്റെ സാന്നിധ്യത്തിലും മറവിലും നിങ്ങളെ ഒളിപ്പിച്ചിട്ട് തക്ക സമയത്ത്
പാറമേൽ ഉയർത്തുന്ന ഒരു നല്ല ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. സങ്കീർത്തനക്കാരൻ 27 സങ്കീർത്തനം അതിനെക്കുറിച്ചാണ് പറയുന്നത്. തൻ്റെ മക്കളെ തന്നിൽ മാത്രം ആശ്രയിച്ചിറങ്ങിയവരെ മനുഷ്യരുടെ മുൻപിൽ പരിഹാസപാത്രമായി, ലോകത്തിൻ്റെ മുൻപിൽ നിന്ദാപാത്രങ്ങളായി ദൈവം എറിഞ്ഞു കളയുകയില്ല. നിങ്ങൾ യഹോവയായ ദൈവത്തിന് മാന്യരാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ്. നെഞ്ചിൽ കൈവച്ചെന്ന് പറയാമോ, ഞാൻ ദൈവത്തിന് മാന്യനാണ്, ഞാൻ ദൈവത്തിന് വിലയേറിയവനാണ്. അത് കേൾക്കുന്നത് ദൈവത്തിന് മഹത്വമാണ്, ദൈവത്തിന് സന്തോഷമാണ്. അങ്ങനെയുള്ളവരെ മനുഷ്യർ കാണെ ബഹുമാനിക്കേണ്ടതും ഉയർത്തേണ്ടതും പ്രിയരെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് ദൈവത്തിൻ്റെ മാത്രം ആവശ്യമാണ്. അതുകൊണ്ട് ധൈര്യപ്പെടുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി സംഗ്രഹിച്ചതും മനുഷ്യപുത്രന്മാർ കാണെ പ്രവർത്തിച്ചതുമായ ആ വലിയ നന്മ എത്ര വലിയതും വിലയേറിയതുമാകിയാൽ പ്രിയരെ അത് നിങ്ങളുടെ മേൽ വരുമാറാകണം. അതിന് നിങ്ങൾ താല്പര്യപ്പെടുക, അതിനുവേണ്ടി നിങ്ങൾ സമർപ്പിക്കുക, അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം, ഈ നല്ല സമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ ധ്യാനിക്കുവാൻ നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനാൽ, ഞങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നതിനാൽ, ഞങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നതിനാൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ച ആ വലിയ നന്മ, ആ വലിയ നന്മയിലേക്ക് ദൈവം ഞങ്ങളെ എത്തിക്കാൻ പോകുന്നതിനാൽ, അത് ഞങ്ങൾ ഏറ്റെടുത്ത് അനുഭവിക്കാൻ ദൈവം സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട് വചനത്തിൻ്റെ ആഹ്വാനം അനുസരിച്ച് അങ്ങയുടെ കൽപ്പനകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അനുസരിച്ച് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഇന്ന് പകലിലും തുടർന്നുള്ള നാളുകളിൽ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് നൽകി തരണമേ. അപ്പോൾ ഇന്ന് പകൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ പകർന്നാൽ മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വേഗം വരും. അവൻ്റെ വരവിനൂടെ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. അവൻ്റെ വരവിന് മുൻപേ നാം അനുഭവിക്കേണ്ടിയ ദൈവം നമുക്ക് വേണ്ടി സംഗ്രഹിച്ച ആ വലിയ നന്മ അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ ആരാധിക്കാനും എല്ലാവരെയും ദൈവം പ്രാപ്തരാക്കട്ടെ. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വരവിനോട് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. Father